ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പോർക്ക് ഫ്രൈ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. പോർക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു റെസിപ്പി ഭയങ്കര ഇഷ്ടമാവും. വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. ഈ ടേസ്റ്റ് കഴിച്ച പല ആൾക്കാരും പറഞ്ഞത് കള്ള് ഷോപ്പിൽ കിട്ടുന്ന പോർക്ക് പോലെ ഉണ്ടെന്ന്. എനിവേസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ആദ്യം ഇതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞുതരാം. 1 കിലോ പോർക്ക്, പിന്നെയുള്ള ഐറ്റംസ് പറയാം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോർക്ക് നന്നായിട്ട് കഴുകി അതിൻ്റെ ബ്ലഡും വേസ്റ്റും ഒക്കെ കളഞ്ഞ് വെച്ചത് നന്നായിട്ട് വാർത്തെടുത്തതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ചു. ഉള്ളിയിൽ വെച്ചിട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി പരട്ടി വെച്ചിരിക്കുകയാണ്. എന്തിനാ വെച്ചാൽ പോർക്കിൽ ഓൾറെഡി നല്ല കൊഴുപ്പുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഇതിൻ്റെ കൊഴുപ്പ് മെഴുക്കൊക്കെ ഒന്ന് ഉരുകും. എന്നിട്ട് അതൊന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉപ്പിട്ടിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഈ 1 കിലോ പോർക്കാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഉപ്പ് ആവശ്യത്തിന്, പിന്നെ മുളക് പൊടി 2 സ്പൂൺ, പച്ചമുളക് 2 എണ്ണം, തക്കാളി 2 എണ്ണം, ഉള്ളി വലുത് 2 എണ്ണം, വെളുത്തുള്ളി 1 വലിയ ഉണ്ട, ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ, അത് കൂടിയാൽ നല്ലതാണ്. കറിവേപ്പില അത്യാവശ്യത്തിന്, മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 2 സ്പൂൺ. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കണ്ടോ, വേറൊരു പാനിൻ്റെ അകത്തേക്ക് മുളക് പൊടി വെച്ചു. മുളക് പൊടി നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഉള്ളിയുണ്ട്, കറിവേപ്പില ഉണ്ട്, ഇഞ്ചി പേസ്റ്റ് ഉണ്ട്, വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, തക്കാളി ഉണ്ട്, 2 പച്ചമുളക് ഉണ്ട്. കുരുമുളക് എടുക്കണേ, പറയാൻ മറന്നുപോയി. 2 സ്പൂൺ കുരുമുളകും കൂടി കരുതുക, അത് ലാസ്റ്റ് മതി നമുക്ക്. അത് നന്നായിട്ട് ചൂടാവുകയാണ് കേട്ടോ. ഈ ചൂടാവുന്ന സമയത്ത് ഞാനിതാ ഇപ്പുറത്ത് മുളക് പൊടി വറക്കാൻ വേണ്ടി പോവാണ്. വറുത്തതിന് ശേഷം എനിക്കത് മാറ്റി വെക്കണം. എന്നിട്ട് ഈ പാനിൽ തന്നെ ബാക്കി സാധനങ്ങൾ ചെയ്യാണ്. ഈ സമയത്ത് പോർക്ക് നന്നായിട്ട് ചൂടിൽ ഉരുകുമ്പോൾ അതിൻ്റെ നെയ്യ് വരുന്നുണ്ടോ നോക്കുകയാണ് കേട്ടോ. ചൂടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ നെയ്യ് ഉരുക്കാണ്ടേ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഭയങ്കര കൊഴുപ്പായിരിക്കും. കൊളസ്ട്രോൾ ഒരു വില്ലനായി മാറില്ലേ. അപ്പോൾ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ നെയ്യ് ഉരുകോ, അതിൻ്റെ പഞ്ഞി സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അത് ഉരുകി പോകുമെന്ന് പേടിയുണ്ടാവും അല്ലേ. അതൊന്നും ഉരുകൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ഇത് ചെയ്യാം. ഇപ്പുറത്ത് പിന്നെയും മുളക് റെഡിയാക്കാണ്. കുറച്ച് നന്നായിട്ട് മുളക് വറുക്കുക. പാൻ കുറച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പാത്രം കരിയും. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും കുറഞ്ഞ തീയിൽ വേവുന്ന സമയത്താണ് ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ വറുത്ത മുളക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ. എന്നിട്ട് അതേ പാനിലേക്ക് ഉള്ളി ഇടണു. ഉള്ളിയുടെ കൂടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്നിച്ചിടാം. പൊതുവേ അറിയുന്ന കാര്യമാണ്, ഇനി ആദ്യമായിട്ട് പാചകം ചെയ്യുന്നതാണെങ്കിൽ തക്കാളി എപ്പടരുത്. ഉള്ളി, വെളുത്തുള്ളി നന്നാക്കി വെച്ചത്, അത് കടിക്കാൻ വേണ്ടിയില്ല, അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ലാസ്റ്റിലേക്ക് വെക്കുക കേട്ടോ. ഇത്രയും സാധനം നമ്മൾ അതിൽ കിട്ടും. പിന്നെ കറിവേപ്പില കുറച്ചുണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ്. ബാക്കി എല്ലാം അതിലേക്കിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് റെഡിയാക്കാൻ പോവാണ്. മസാല ഗ്രേവി അങ്ങനെയൊക്കെ പറയാം. ഉള്ളി ആയിട്ട് മറ്റത് ഇടണമെന്നില്ല, എല്ലാം ഒന്നിച്ചിട്ടാലും കുഴപ്പമില്ല. നന്നായിട്ട് വാടണം കേട്ടോ. ഇപ്പുറത്ത് നമ്മുടെ പോർക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പോർക്കിൻ്റെ ഉരുകി വന്ന നെയ്യ് കണ്ടില്ലേ.
ഭയങ്കര കൊഴുപ്പാണ് കേട്ടോ ആ സാധനം. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇതാ കുക്കർ എടുത്തു. കുക്കറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്നറിയോ? ഈ പോർക്ക്, ഉപ്പിട്ട് വേവിച്ച പോർക്ക് കുക്കറിലേക്ക് മാറ്റാൻ പോവാണ്. വേവിച്ചിട്ടില്ല, നന്നായി ചൂടാക്കിയേ ഉള്ളൂ. നെയ്യ് കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഇല്ലാണ്ട് ചെയ്യാം കേട്ടോ. ഓൾമോസ്റ്റ് ഇപ്പോൾ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ സമയത്തൊക്കെ ഒരു സ്മെല്ല് വരാനുണ്ട്. അത് ചില ആൾക്കാർക്ക് പിന്നെ കഴിക്കാൻ തോന്നില്ല. യെസ്, നെയ്യില്ലാണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഹോട്ടലുള്ള പാത്രത്തിൽ നിന്നാണെങ്കിൽ നെയ്യല്ലേ പോകും. ഇപ്പുറത്ത് ഏകദേശം മറ്റേ ഗ്രേവിയൊക്കെ ആയപ്പം തക്കാളി എടുത്തിട്ടു കേട്ടോ ഞാൻ. ഒന്ന് മൂടി കൊടുക്കുക. പോർക്ക് കഴിക്കാൻ ഭയങ്കര പൂതി തോന്നിയപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ എനിക്ക് പോർക്കൊക്കെ വാങ്ങിച്ചു കൊണ്ട് തന്ന് അത് ഞങ്ങളിങ്ങനെ കുക്ക് ചെയ്യാണ്. ആ, അപ്പോൾ പോർക്കിനകത്തേക്ക് ഇപ്പം മുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. വറുത്ത് വെച്ച മുളക് നമ്മൾ ആ പോർക്കിനകത്തേക്ക് ഇട്ടു. അതിൻ്റെ അകത്ത് ഉപ്പിട്ട പോർക്കും മുളകും മാത്രമേ ഉള്ളൂ. കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ മല്ലിപ്പൊടി 2 സ്പൂൺ. ഇതിനിവിടെ മീറ്റ് മസാല ഇടുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഞാനിതിൽ മീറ്റ് മസാലയൊന്നും ഇട്ടിട്ടില്ല. മീറ്റ് മസാല ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടു. പിന്നെ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു 1.5 സ്പൂൺ. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കുക്കർ അടച്ചിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ്. ഇനി ഇതൊന്നായി സൂപ്പറായിട്ട് വരണം. ആ സമയത്ത് ഇപ്പുറത്ത് നമ്മുടെ മസാല വേവിക്കുള്ള സാധനങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തക്കാളി അടക്കം എല്ലാം ഇട്ടു. 2 വിസിൽ 3 വിസിലിന് ശേഷമാണ് ഞാൻ ഇത് തുറന്നത്. തുറക്കുമ്പോൾ തന്നെ ആയ സ്മെല്ലുണ്ട്. കുക്കർ അടയ്ക്കുന്നതിന് മുൻപ് കുറച്ച് കറിവേപ്പില ഇടാനുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നുപോയി. ബാലൻസുള്ള കറിവേപ്പില അതിലേക്കാണ് ഇട്ടത്. ഉടഞ്ഞോന്ന് നോക്കുകയാണ്. സ്പൂൺ കൊണ്ടൊന്ന് കുത്തി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഞ്ഞീൻ്റെ ഭാഗമൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. ഇനി ഹാർഡായിട്ടുള്ള സൈഡാണെങ്കിലും സോഫ്റ്റ് ആവും. ആയിട്ടില്ല, 2 വിസിലൊന്നും ആയിട്ടില്ലെങ്കിൽ വീഡിയോയിൽ എത്രയാണ് കണ്ടതെന്ന് പറഞ്ഞിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വിസിലടിക്കാൻ കയറ്റിക്കോളും. യെസ്, സംഭവം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ 3ാമത്തെ സ്റ്റെപ്പിലേക്കാണ് എത്തുന്നത്. ഈ പോർക്ക് അങ്ങനെ തന്നെ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന പാനിൽ ഉള്ളിയൊക്കെ ആക്കിയിട്ടില്ലേ അതിലേക്ക് ഇടുക. എല്ലാം ഇപ്പം നമ്മൾ യോജിപ്പിച്ചു. ഇനി ഒറ്റ സാധനം നമുക്ക് ഇടാനുള്ളൂ. അത് വെളുത്തുള്ളി പേസ്റ്റ് ബാലൻസ് വന്നതാണ്. അത് നമ്മൾ ഇട്ടു. അങ്ങനെ എല്ലാ സാധനവും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഉപ്പിനി അഥവാ കുറയാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി പോർക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. കളറ് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ. കുരുമുളകാണ് കേട്ടോ, 1 സ്പൂൺ കുരുമുളക്. ഇനി എരി പോരാൻ തോന്നുകയാണെങ്കിൽ 2 സ്പൂണൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പോർക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ശരിക്കും കുരുമുളക് ആഡ് ആകുമ്പോഴാണ്. ഇത് കപ്പേൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാത്തിൻ്റെ കൂടെയും പോവും.
ഒന്നുകൂടി നമ്മൾ വറ്റിക്കുകയാണ്. ഇനി ഇതാ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പ്ലേറ്റ് എടുത്തു, അതിലേക്ക് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ആ പോർക്ക് 10 മിനിറ്റോളം അങ്ങനെ വേവിച്ചു കേട്ടോ. അതിങ്ങനെ പ്ലേറ്റിലേക്ക് തട്ടുകയാണ്. നല്ല കിടിലൻ ടേസ്റ്റാണെന്ന് കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഫുള്ള് തട്ടി 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 പോരട്ടെ. ഇനി ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ആ നെയ്യ് ഒഴിക്കാം ഒഴിക്കാതിരിക്കാം കേട്ടോ. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ യു. കിടക്കട്ടെ, എന്തിനാ ടേസ്റ്റ് കുറയ്ക്കണേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പോർക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് തക്കാളിയും ഉള്ളിയും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യട്ടെ കേട്ടോ. വായിൽ കൊതി വരുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. 1 കിലോ പോർക്കും വാങ്ങിച്ചിട്ട് ഒരു 10-25 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് നമുക്ക് ഈ സാധനം ഉണ്ടാക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. ഇനി അഥവാ പോർക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ.